ഹായ്, ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഡസ്റ്റർ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഡസ്റ്ററിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പ്രൈസ് തന്നെയാണ്. ഈ മാർച്ച് 31 ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് 10,29,000 രൂപയ്ക്ക് ബേസ് വേരിയൻറ്റും 18,29,000 രൂപയ്ക്ക് ടോപ്പ് വേരിയൻറ്റും റെനോ കൊടുക്കുന്നു. അതാണ് ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഏകദേശം 4 ലക്ഷം രൂപയാണ് കുറവ് കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് മറ്റു പല മാനുഫാക്ചേഴ്സും ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ മാർച്ച് 31 മുമ്പ് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റായ ഐക്കോണിക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ ബുക്ക് ചെയ്യുന്നതിനേക്കാളും 70,000 രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസിൽ കുറവ് വരിക. അത് ഇതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൽ മറ്റ് പല മാനുഫാക്ചേഴ്സും ഞെട്ടിയ പ്രൈസ് തന്നെയാണ് റെനോ ലോഞ്ച് ഓഫറായിട്ട് കൊടുത്തത്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. കാരണം ഒരു 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ 160 PS പവറും 280 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് DCT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതായത് സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ പെട്രോൾ എഞ്ചിൻ വരുന്നതും നമ്മളുടെ റെനോ ഡസ്റ്ററിൽ തന്നെയാണ്. അതുപോലെ തന്നെ ലോഞ്ചിൻ്റെ സമയത്ത് റെനോ പറഞ്ഞിരുന്നു ഇതിനകത്തൊരു ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നുണ്ടെന്ന്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ദീപാവലിയോട് കൂടിയായിരിക്കും ലഭിക്കുക. അതൊരു 1.8 ലിറ്റർ ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡ്, ഫുൾ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ്. ആ വാഹനം സിറ്റിയിലൊക്കെ ഏകദേശം 80% ഇലക്ട്രിക്കിൽ തന്നെ ഓടുമെന്നാണ് റെനോ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻറ്റ് വാഹനവും നമ്മളുടെ റെനോ ഡസ്റ്ററായിട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്ക് തന്നെയാണ്. സെഗ്മെൻറ്റിൽ ഒരു പക്ക SUV ലുക്ക് തരുന്നൊരു വാഹനം ഡസ്റ്ററാണ്. അതുപോലെ തന്നെ ഏത് റോഡിലും ഈസി ഗോ ഒരു സ്റ്റാൻസാണ് ഈ വാഹനത്തിനുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ തന്നെ എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനം 212 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. റീസെൻ്റ്ലി കുറച്ച് വീഡിയോസൊക്കെ ഓൺലൈനിൽ കണ്ടിരുന്നു. ഈ വാഹനം 2 വീൽ ഡ്രൈവ് ആണ് എങ്കിലും അത്യാവശ്യം റഫ് റോഡുകളിലൊക്കെ പോകാനും ചെറിയ ചെറിയ ഓഫ് റോഡുകൾ ചെയ്യാനും ഈ വാഹനം കേപ്പബിൾ ആണ് എന്ന് നമ്മൾക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലായതാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഓഫ് റോഡ് പോകാനും മോസ്റ്റ് റക്കിഷ് ലുക്കുള്ളൊരു വാഹനം അല്ലെങ്കിൽ ഒരു SUV സ്റ്റാൻസ് തരുന്നൊരു വാഹനവും നമ്മളുടെ റെനോ ഡസ്റ്ററാണ്. നാലാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു ബൂട്ടാണ്. സെഗ്മെൻറ്റിലെ ബിഗ്ഗസ്റ്റ് ബൂട്ട് എന്ന് പറയേണ്ടി വരും. ഈ പാഴ്സൽ ട്രേ ഇല്ലാണ്ട് ഈ ബൂട്ടിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 700 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ വെച്ചിട്ട് ഇതിനകത്തുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ 513 ലിറ്ററിൻ്റെ ബൂട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെൻറ്റിലെ ബിഗ്ഗസ്റ്റ് ബൂട്ട്. ഓട്ടോ ടെയിൽ ഗേറ്റ് കൊടുത്തു. പക്ഷേ ഈ ഓട്ടോ ടെയിൽ ഗേറ്റിലും കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് റെനോ കൊടുത്തു എന്നുള്ളതും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഹൈറ്റിൻ്റെ മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും ഹൈറ്റ് വെച്ചിട്ട് ഇതിനകത്ത് മെമ്മറി ഹോൾഡ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ടെയിൽ ഗേറ്റ് പൊങ്ങുമ്പോൾ ഇത്രയും വരെ പൊങ്ങുള്ളൂ, അതിന് മുകളിലേക്ക് പോകില്ല. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ വീട്ടിലേക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബൂട്ട് ഓപ്പൺ ചെയ്ത് വന്ന് മുട്ടും എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മെമ്മറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സെഗ്മെൻറ്റിലെ ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളുടെ റെനോ ഡസ്റ്റർ. പക്ഷേ ആ ഫീച്ചേഴ്സിൽ പല കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ റെനോ കൊടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതായത് ഇതിനകത്ത് അഡാസ് ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡാസ് ലെവൽ 2ൽ ഒത്തിരി അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ പല ഫീച്ചേഴ്സും നമുക്ക് നമ്മളുടെ ഇന്ത്യൻ റോഡുകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ റോഡുകളിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് നമ്മളൊരു വാഹനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ബ്രേക്ക് ചെയ്യുന്ന ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ അഡാസിൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചറുകൾ കസ്റ്റമൈസ് ചെയ്ത് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ റെനോ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ടെയിൽ ഗേറ്റിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ തന്നെ ടെയിൽ ഗേറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ യൂസ്ഫുൾ ആവുന്ന കുറച്ചധികം ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ റെനോ കൊടുത്തിട്ടുണ്ട്. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഗൂഗിൾ ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ക്രീനാണ്. അതിനകത്ത് നമുക്ക് ഗൂഗിൾ പ്ലേ, അതിൻ്റെ മാപ്പ്, അതിൻ്റെ ആപ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു തേർഡ് പാർട്ടി ആപ്പൊന്നും അല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എവിടെയും ആക്സസ് ചെയ്ത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 16.5 ലക്ഷം രൂപ തൊട്ട് 19.5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഡസ്റ്ററിൻ്റെ ടെക്നോ 3rd വേരിയൻറ്റിൽ സെഗ്മെൻറ്റിലെ മറ്റൊരു മാനുഫാക്ചേഴ്സും കൊടുക്കാത്ത അത്രയും ഫീച്ചേഴ്സ് റെനോ കൊടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു വേരിയൻറ്റിൽ മറ്റ് പല മാനുഫാക്ചേഴ്സിൻ്റെയും ടോപ്പ് എൻഡിൽ വരുന്ന പല ഫീച്ചേഴ്സും റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ ഫുൾ LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തു. ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഒരു ബ്രൗൺ ലെതർ ഫിനിഷാണ് ടെക്നോ വേരിയൻറ്റിൽ വരുന്നത്. ഇത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ആ ഒരു ഗ്രീനിഷ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പനോറമിക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ്, ഡ്യുവൽ സോൺ AC ആ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഓട്ടോ ടെയിൽ ഗേറ്റ് ആ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കീലെസ് എൻട്രി കീലെസ് ഗോ പോലെയുള്ള ഫീച്ചേഴ്സ് ആ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്രെയിംലെസ് ആയിട്ടുള്ള മിറേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് അതാണ്. അങ്ങനെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ടെക്നോ തേർഡ് വേരിയൻ്റ് ആക്കിയിട്ടുണ്ട്. അതൊരു പക്ക വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്. ഡസ്റ്ററിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്നും നമുക്ക് വേണമെങ്കിൽ ടെക്നോ വേരിയൻറ്റിനെ വിളിക്കാം. അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്നത്, ഇതിന് നമ്മളെ ഡ്രൈവറിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ കോക്പിറ്റാണ്. ശരിക്കും ഒരു ജെറ്റ് ഇൻസ്പയർഡ് കോക്പിറ്റ് എന്നൊക്കെ പറയേണ്ടി വരും. എല്ലാം നമ്മളുടെ ഡ്രൈവർക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ സ്ക്രീനാണെങ്കിലും ജസ്റ്റ് ആയിട്ടൊന്ന് കർവ് ചെയ്ത് ഡ്രൈവറിനെ ഫേസ് ചെയ്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. എല്ലാം നമുക്ക് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് വളരെ ആക്സസിബിൾ ആവുന്ന രീതിയിൽ, കൈ എത്തുന്ന രീതിയിലെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് കൊടുത്തപ്പോഴും അതിൻ്റെ ഫിസിക്കൽ AC-യുടെ ഫിസിക്കൽ ബട്ടണുകളെല്ലാം താഴെ കൊടുത്തു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനത്തിന് നമ്മളുടെ ശ്രദ്ധ മാറാണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. അത് അടുത്തൊരു പോസിറ്റീവിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ സൺറൂഫ്. കാരണം ഈ സെഗ്മെൻറ്റിലെ പല വാഹനങ്ങളിലും നമുക്ക് ബിഗസ്റ്റ് സൺറൂഫ് എന്നൊക്കെ പറഞ്ഞ് സൺറൂഫ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രൈവറിൻ്റെ മുകളിൽ നിന്ന് ബാക്കിലെ പാസഞ്ചേഴ്സിൻ്റെ എൻഡ് വരെയായിരിക്കും. അപ്പോൾ ഡ്രൈവറിന് ശരിക്കും ആ സൺറൂഫിൻ്റെ വ്യൂ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ലഭിക്കാറില്ല. അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് പുതിയ ഡസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്താലും എനിക്കും അതിൻ്റെ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് ആ സൺറൂഫിൻ്റെ ഡിസൈൻ. വേണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്. നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൽ ഒരു ഡീസൽ എഞ്ചിൻ ഇല്ല എന്നുള്ളതാണ്. സെഗ്മെൻറ്റിലെ മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങളിലെല്ലാം ഇൻക്ലൂഡിങ് ക്രെറ്റ, സെൽറ്റോസ്, സിയാറ വാഹനങ്ങളെല്ലാം നമുക്ക് ഒരു ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അതിൻ്റെ ആ ഒരു കിക്ക് പവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അവരെ റെനോ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് പറയാം. കാരണം ഡസ്റ്ററിന് ഇതിനു മുമ്പ് വന്ന ഡസ്റ്ററിൽ, അതല്ലെങ്കിൽ നമ്മുടെ 2015 വരെ അവൈലബിൾ ആയിട്ടിരുന്ന ഡസ്റ്ററിൽ റെനോ കൊടുത്തിരുന്ന ഒരു സൂപ്പർ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. അതൊരു 110 HP പവറൊക്കെ തരുന്ന നല്ല രസമുള്ളൊരു എഞ്ചിനായിരുന്നു. ആ എഞ്ചിൻ എന്തുകൊണ്ടോ റെനോ പുതിയ ഡസ്റ്റർ വന്ന സമയത്ത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ നെഗറ്റീവ്, ഡസ്റ്റർ എന്ന് പറയുന്ന ഒരു വാഹനം പലരുടെയും കോൺസെപ്റ്റിൽ ഒരു 4x4 വെഹിക്കിൾ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യക്ക് പുറത്തുള്ള പല മാർക്കറ്റുകളിലും ഇതിൻ്റെ 4x4 ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അതെന്തുകൊണ്ടോ റെനോ ഈ ലോഞ്ച് ചെയ്ത സമയത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതും ഒരു നെഗറ്റീവാണ്. കാര്യം ഇത്രയും റഗ്ഗിഷായിട്ട്, ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള, ഇത്രയും ഓഫ് റോഡ് പോകാൻ പറ്റുന്നൊരു വാഹനത്തിൽ 4x4 ഓപ്ഷൻ കൊടുത്തില്ല എന്നുള്ളതും വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം. അടുത്തൊരു നെഗറ്റീവായിട്ട് പലരും പറയുന്നതാണ് ഡസ്റ്ററിൻ്റെ വീൽ ബേസ്. കാരണം സെഗ്മെൻറ്റിൽ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത സെൽറ്റോസിലേക്ക് വരികയാണെങ്കിൽ 2730 mm ആണ് എൻ്റെ വീൽ ബേസ് വരുന്നത്. ഡസ്റ്ററിന് റെനോ 2687 mm വീൽ ബേസേ കൊടുത്തിട്ടുള്ളൂ. സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ വീൽ ബേസ് തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹൈറ്റ് 5'11" ആണ്, ജസ്റ്റ് ഫോർ റെഫറൻസ്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്താലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നീറും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ലെഗ് റൂം ആണെങ്കിൽ കാലെല്ലാം അകത്ത് കയറ്റി സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ബാക്കിലെ സീറ്റ് നല്ല കംഫർട്ടായിട്ട് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. അപ്പോൾ ഇൻറ്റീരിയറിനകത്ത് കുറച്ച് സ്പേസ് കുറവായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും നമുക്ക് ബാക്ക് സീറ്റിൽ കംഫർട്ടിന് കുറവൊന്നും തന്നെ വരുന്നില്ല. അടുത്തൊരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്, ഈ ബാക്ക് സീറ്റിൽ 3 പേർക്ക് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അതിനകത്ത്. കാരണം ഈ വരുന്ന ഒരു സെൻറ്റർ ടണലാണ്. ഇപ്പോൾ സെൻറ്ററിൽ നമ്മളുടെ ഈ ഒരു AC വെൻസ് ബാക്കിലേക്ക് നീണ്ടിരിക്കുന്നതും സെൻറ്റർ ടണലും വരുന്നത് കൊണ്ട് തേർഡ് റോയിലിരിക്കുന്ന ആളുകൾക്ക് ഈ 2 പേരുടെ സൈഡിലേക്കും കാല് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഡിസൈൻ കണ്ടാലും ഈ ഒരു തേർഡ് റോ പാസഞ്ചറിന്, സെൻറ്റർ പാസഞ്ചറിന് തൈ സപ്പോർട്ട് കുറച്ച് കുറവുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സും മാത്രമാണ്. ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും ചിലവർക്ക് ഇത് നെഗറ്റീവായിട്ടും ഫീൽ ചെയ്തേക്കാം. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റെനോയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. റെനോയുടെ ബുക്കിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ നിങ്ങൾക്ക് ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൈസ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. പ്രൈസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.